ഹായ് കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി വട 4 മണി പലഹാരമാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചേച്ചി കുറേ ദിവസങ്ങളായിട്ട് ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചേച്ചി തിരക്കാണ്, കല്യാണ തിരക്കൊക്കെ ആയിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നത്തോട് കല്യാണം വിളി തീർക്കുകയാണ്. കല്യാണം വിളിക്കുമ്പോൾ റെഡി ആയിട്ട് ചേച്ചിയും ചേട്ടനും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ എല്ലാവരും ഉണ്ട്, നമ്മുടെ വീട്ടിൽ മക്കളും പേരക്കിടങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു 4 മണി പലഹാരത്തിന് വേണ്ടി ചേച്ചി ഒരു വടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ചേച്ചി ഒരു 1/2 കിലോ പൊടി മേടിച്ചൊരു ചരുവത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഒരു സവാള കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, എണ്ണ, വെള്ളം. ഇത്ര സാധനങ്ങൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പൊടി കുഴക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിനകത്തായിട്ട് നമുക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ അളന്നെടുക്കാം. നമ്മൾ 1/2 കിലോ പൊടിക്ക് ഇപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ആവശ്യത്തിന് നോക്കിയിട്ട് ബാക്കി വെള്ളം ഒഴിക്കാം. പൊടി നല്ലോണം ഒന്ന് കുഴച്ച്, ഉപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് ഉപ്പ് കലക്കണമെന്നില്ല, പൊടിയിൽ ഇട്ടാൽ മതി. നല്ലോണം കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചാൽ മതി. വെള്ളം കുറേശ്ശെ വേണം വെള്ളം ഒഴിക്കാൻ. വെള്ളം കൂടിപ്പോകരുത്, വെള്ളം ഒട്ടും കുറയാനും പാടില്ല. അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ച് കുഴക്കണം, അനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ചേച്ചി ഒരു കാര്യം വിട്ടുപോയി പറയാൻ, സോഡാപ്പൊടി നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോരാ, നമ്മൾ അടുത്ത കപ്പും കൂടി 2ാമത്തെ കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. നല്ലോണം തിരുമ്മി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം പൊടി. കൈ കൊണ്ട് നല്ലോണം തിരുമണം, അനുസരിച്ചേ പൊടി പൊങ്ങുള്ളൂ. നമുക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഞാൻ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ലോണം കുഴക്കണം. അപ്പം മാവിന് ആവശ്യത്തിന് നമ്മൾ എടുത്തേക്കണം 1/2 കിലോ പൊടിക്ക് 2 കപ്പ് വെള്ളം എടുത്തതിൽ 1.25 കപ്പേ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം അതിനകത്ത് ബാലൻസ് ഉണ്ട്. വെള്ളത്തിൻ്റെ അളവ് എല്ലാവരും ശ്രദ്ധിക്കണം. സവാള പൊടിയുടെ മാവ് പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം മാവ് കിട്ടാൻ. നല്ലോണം മാവ് നമ്മൾ കുഴച്ച് ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കണം. കൈ നമ്മളൊന്ന് നനച്ച് കൊടുക്കണം. കൈയിൽ പൊടി ഒട്ടിപ്പിടിക്കും. നമ്മൾ കൈ ഒട്ടിയിട്ട് വേണം നമ്മൾ കുഴക്കാൻ.
നമ്മുടെ സവാള ബജിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ മാവ് കുഴക്കാൻ. ഇതൊരു 1 മണിക്കൂറെങ്കിലും ഈ മാവ് കുഴച്ച് നമ്മൾ വെക്കണം. അപ്പം നമുക്ക് 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ പറ്റാം. എന്നിട്ട് നമുക്ക് മാവ് പൊങ്ങിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. അപ്പം ചേച്ചി ഇതൊന്ന് മൂടി വെക്കാൻ പോകുന്നത്. നമ്മുടെ സവാള ബജിയുടെ പൊടി മാവ് കുഴച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. എന്താ ഈ പരുവത്തിൽ വേണം നമ്മൾ സവാള വട ഉണ്ടാക്കാനായിട്ട് പൊടി കുഴച്ചു. നമുക്ക് ചേച്ചി ചട്ടി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 1/4 കിലോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടേക്കണത്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി കിടക്കണേന്. പെട്ടെന്ന് എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ടാണ് ചേച്ചി നേരത്തെ കത്തിച്ച് വെച്ചേക്കണത്. അപ്പോൾ 4-5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. നമ്മൾ കൈ നനച്ചിട്ട് വേണം നമ്മൾ മാവ് എപ്പോഴും എടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ടുണ്ട് മാവ്. ഈ പരുവത്തിൽ വേണം നമ്മൾ പൊടി കുഴച്ചെടുക്കാൻ. ഇതല്ല നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഈ ഒരു പരുവത്തിലെടുത്തിട്ട് കൈ നനച്ച് കൊടുത്തില്ലേ കയ്യിൽ അത് പിടിക്കും. നമുക്ക് ഇങ്ങനെ 2 എണ്ണവേ അതിനകത്ത് വീഴുള്ളൂ. എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2-3 എണ്ണമൊക്കെ ഇടാം. ഇപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചേക്കണ കാരണം നമുക്ക് 2 എണ്ണ ഒഴിക്കാൻ പറ്റും. നടുക്കൊരു നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നമ്മൾ വീട്ടിൽ പിള്ളേരെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് 4 മണിക്കുള്ള പലഹാരത്തിന് നമുക്ക് ഒരു 1/4 കിലോ റവ 1/2 കിലോ റവയൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് മറച്ച് കൊടുക്കണം. മറച്ചിട്ട് നമ്മൾ ഇതൊന്ന് തിരിച്ചും മറച്ചും ഇട്ട് കൊടുക്കണം. നല്ലോണം അകവും പുറവും നല്ലോണം ഒന്ന് എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിയണം. വളരെ ടേസ്റ്റി ഉള്ള ഒരു സാധനമാണ്. നമുക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പിള്ളേർക്ക് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. സവാള ബജി എന്ന് പറയും. നമുക്കൊരു 1/4 കിലോ മൈദ ഉണ്ടെങ്കിൽ ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടിട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ ഇട്ട് നല്ലോണം കുഴച്ച് വെച്ച് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മൾ നേരത്തെ കുഴച്ച് വെക്കണം. ഇപ്പോൾ ഇത് പെട്ടെന്ന് പൊടി പൊങ്ങണമെങ്കിൽ ഞാൻ ചേച്ചി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇഡലിക്ക ദോശക്ക അല്ലെ അപ്പത്തിന് അരച്ച മാവ് ഉണ്ടെങ്കിൽ ആ മാവിൻ്റെ ഒരു നുള്ളു മാവ് എടുത്ത് വെച്ചിട്ട് ആ മാവിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത് കുഴച്ചാൽ പെട്ടെന്ന് അത് പൊന്തി കിട്ടും. ആ പുളിച്ച് വരും. ഇതിപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ വെച്ച് നല്ലോണം അത് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരാം. എണ്ണ നല്ലോണം പോയതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കണം. നല്ല സ്മൂത്തായിട്ടിരിക്കണം. നമുക്ക് കുറച്ചുകൂടി പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഒരു ടേസ്റ്റിയാണ്. കൈ നനച്ച് കൊടുത്തില്ലെങ്കിൽ പൊടി നമ്മുടെ കയ്യിൽ പിടിക്കും. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ വീഡിയോ കൊണ്ട്
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക. ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മക്കളെ. അപ്പോൾ ചേച്ചിയുടെ ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉള്ളത് നിങ്ങൾ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ചേച്ചിയുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ എപ്പോഴും പറയുമ്പോൾ ചേച്ചി ഒരു കാര്യം എപ്പോഴും ഓർപ്പിക്കുന്നു, ചേച്ചിയുടെ മോളുടെ കല്യാണം ഭംഗിയാകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാവരുടെയും ഉണ്ടാകണം. ദിവസങ്ങൾ അടുത്ത് വരുന്തോറും ചേച്ചിക്ക് ടെൻഷൻ കൂടി ആകണേ, ചേച്ചി വശകേടാകണമെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. നമുക്കിതും കൂടി ഒന്ന് മറിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്നാകുന്ന ഒരു വിഭവമാണ്. നമ്മളിത് പൊടി കുഴച്ച് പൊങ്ങുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ അത് കുഴച്ച് വെക്കാമെങ്കിൽ ഒരു 4 മണിയാകുമ്പോൾ അത് പൊടി പൊങ്ങും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ മാവ് ഉണ്ടെങ്കിൽ ആ മാവ് ഒരു ശകലം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴക്കാമെങ്കിൽ പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ നമുക്കിത് മാവ് പൊന്തി കിട്ടും. അപ്പം അത് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളു വേകാനാണ് നമ്മൾ അകവും പുറവും മറിച്ചിട്ട് കൊടുക്കുന്നത്. മൈദ കൊണ്ട് നമുക്ക് എന്തെല്ലാം സൈസ് പലഹാരങ്ങൾ ഉണ്ടാക്കാം, എല്ലാ സൈസ് പലഹാരങ്ങളും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റ് ഉണ്ടെങ്കിൽ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ? ചൂട് സവാള ബജി ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. ചൂട് സവാള ബജിയുടെ കൂടെ നമുക്ക് മറ്റേ മുളക് ചമ്മന്തി ഇല്ലേ, അതൊക്കെ നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ ഇതൊക്കെ കൊടുക്കും, എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? അതൊക്കെ നല്ല ചൂടോടുകൂടി നമുക്ക് കഴിക്കാം. ഈ ബജിക്കടയിലൊക്കെ ഈ മുളക് ചാലിക്കില്ല, മുളക് നല്ലോണം ഇത്തിരി സവാള, ഉള്ളി, വിനാഗിരി ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതുകൂടി കോരിയിട്ട് ചേച്ചി ഇപ്പോൾ ഇത്തിരി വലുപ്പത്തിലാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് ഇത്തിരി കൂടി വലുപ്പം കുറച്ചെടുക്കണമെങ്കിൽ ഇത്തിരി കൂടി വലുപ്പം കുറച്ചെടുക്കാം. നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പവുമായ രുചികരമായിട്ടൊരു വിഭവമാണ് നമ്മുടെ സവാള വജ. നമ്മളൊക്കെ പറയുന്ന സവാള വജ, വടയെന്നും പറയും സവാള വജ. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളെല്ലാവരും വീട്ടിൽ 4 മണി പലഹാരമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരണം, അവർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ചേച്ചി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും. അപ്പോൾ ചേച്ചി എടുത്തേക്കണത് പരിപ്പ് കറിയാണ് എടുത്തേക്കണത്. പരിപ്പ് കറി വടയും കൂടി ചേച്ചി ഒന്ന് കഴിക്കാൻ പോയാണ്. വളരെ ടേസ്റ്റിയാണ്. പിള്ളേരൊക്കെ എല്ലാവരും അപ്പുറത്തിരിക്കണേണ്, പിള്ളേരൊക്കെ കൊതിയോടിരിക്കണം. അപ്പോൾ ചേച്ചി തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പിള്ളേരെ കൊടുക്കും. പിള്ളേരെല്ലാവരും ബഹളോടെ ചേച്ചി തിന്ന് കാണിക്കാം. വളരെ ടേസ്റ്റ്, നല്ല മൊരാലിക്കുന്ന സവാള ബജിയാണ്. നല്ല ചൂട് വട. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു പലഹാരവുമായി കാണാം. താങ്ക് യു.